പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ താമസമുള്ള ധ്യാനം ഇന്നലെ കൺഫെഷനും ഒക്കെ നന്നായിരുന്നു കേട്ടോ. നല്ലൊരു ബാച്ചാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രത്യേകം നന്ദി. ഹല്ലേലൂയ. ഇന്ന് തന്നെ ശനിയാഴ്ചയാണല്ലോ അല്ലേ. നമ്മളിങ്ങനെ നോക്കിയേ, വരുന്ന മാസത്തിൽ നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് കയറാൻ പോവാണ്. അതവനോട് നല്ല തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് വേണം ഒക്ടോബർ മാസത്തിലേക്ക് കയറാനായിട്ട് കേട്ടോ. ശരിക്കും നമ്മൾ സാധാരണ അങ്ങനെ ഒരു മരിയ ഭക്തി, അതായത് പരിശുദ്ധമ്മയോടുള്ള ഒരു വ്യക്തിബന്ധം, നമ്മുടെ അമ്മയോട് നമുക്കൊരു വ്യക്തിബന്ധമില്ലേ, അത് ആ ഒരു ബന്ധം പോലെ അതിനേക്കാളും ഉന്നതമായൊരു ബന്ധം നമുക്ക് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകണം. ഈ ഒക്ടോബറിൽ അങ്ങനെ ഒരു വ്യക്തിബന്ധം അമ്മയായിട്ട് ഉണ്ടാകാനായിട്ട്, മാതാവുമായിട്ട് ഉണ്ടാകാനായിട്ട്, അങ്ങനെ മാതാവുമായിട്ട് വ്യക്തിബന്ധം വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ജീവിത വിശുദ്ധിയുടെ നിലവാരം ഉയരും. അത് അമ്മയായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ നിന്ന് അമ്മ നമ്മളെ ഡയറക്റ്റ് ഈശോയിലേക്ക് എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് അതിൻ്റെ കാര്യം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പത്രോസ്ലേഹയുടെ 1-ാമത്തെ ലേഖനത്തിലെ 5:6. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൽ താഴ്മയോടെ. ചിലപ്പോഴൊക്കെ ഈ ആത്മീയ ജീവിതം നയിക്കുമ്പോൾ ചില വ്യക്തികളൊക്കെ പറയാറുണ്ട്, അച്ഛാ എത്ര പരിശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ഉയരാൻ പറ്റുന്നില്ല അച്ഛാ, നല്ല ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ഉയരണം എന്നൊക്കെ, പക്ഷേ ഞങ്ങൾ എത്ര പരിശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതാണ് വചനം. അതാണ് സഹോദരങ്ങളെ, ദൈവത്തിന് ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കും. ചിലപ്പോൾ ചില പ്രത്യേക ഒരു അനുഭവത്തിലൂടെയൊക്കെ, ഒരു ആത്മീയ മരവിപ്പിൻ്റെയൊക്കെ ഒരു അവസ്ഥയിലൂടെ, അല്ലെങ്കിൽ ആത്മീയ ഒരു ഇരുണ്ട, ഈ ജോൺ ഓഫ് ക്രോസ് ഒക്കെ പറയുന്നില്ലേ, ഇരുണ്ട രാത്രി എന്നൊക്കെ പറയുന്നില്ലേ, ഒരു അനുഭവം കിട്ടുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഒരു അനുഭവം കിട്ടുന്നില്ല. അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടൊക്കെ ചിലപ്പോൾ ചില പ്രത്യേക തഴക്കദോഷത്തിൻ്റെ മേഖല വിട്ടുപോകുന്നില്ല. അങ്ങനെയൊക്കെ ശരിക്കും മടുത്തു പോകും. ദൈവമേ പറ്റുന്നില്ലല്ലോ എന്നുള്ള സഹോദരങ്ങളെ നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അല്ലെങ്കിൽ ചിലപ്പോൾ ഭർത്താവ് ഒരു ദുശ്ശീലുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഭാര്യ ഒരു ദുശ്ശീലുള്ള വ്യക്തിയാണ്, ഇത്ര പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ ഈശോയെ, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു ഭയവും അല്ലെങ്കിൽ ഒരു നിർവീര്യമാക്കുന്ന, നമ്മുടെ വിശ്വാസത്തേക്ക് പുറകോട്ട് വലിക്കുന്ന ഒരു അരൂപിയൊക്കെ ഉള്ളതായിട്ട് തോന്നാം. നമ്മളെ പ്രിയ നിരാശപ്പെടരുത്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞൊരു യുദ്ധമാണ്. നമ്മൾ എല്ലാം കോൺക്രീറ്റ് ചെയ്ത് പോകല്ലേ. ചിലപ്പോൾ നമ്മൾ കരത്തിന് കീഴിൽ താഴ്മയോടെ നമ്മളിതൊക്കെ ചെയ്തിട്ട് പ്രയോജനമില്ലാത്തൊരു ദാസനാണെന്ന രീതിയിലൊക്കെ നിൽക്കുന്നത്. പക്ഷെ കർത്താവ് പ്രിയ സമയത്ത് തക്ക സമയത്ത് അവിടുന്ന് ഒരു സമയത്ത് നമ്മുടെ ജീവിതങ്ങളെ പിടിക്കും. അതിനായ ഒരു എളിമയും ഈശോയോടുള്ളൊരു ബന്ധമൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കണമെങ്കിൽ നമുക്ക് ശരിക്കും ഈ എളിമ എന്ന് പറഞ്ഞ പുണ്യൊക്കെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ ധ്യാനിക്കണം. നല്ലത്. നമ്മൾ പലപ്പോഴും എനിക്ക് എളിമയുണ്ടെന്നൊക്കെ പറയുമ്പോൾ വേണ്ട വിധത്തിൽ എളിമയൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മളൊരു മറുതലിക്കുന്നത്. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് നടക്കണമല്ലോ, ഇതേതാ ഏതൊക്കെ ചോദിക്കുന്നത് കേട്ടോ. നമുക്ക് ശക്തമായൊരു പ്രാർത്ഥന, ഈ ഒരു വചനം നിങ്ങളുടെ ജീവിതത്തിൽ അഭിഷേകമായി തീരട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ വചനം അഭിഷേകമായി തീരട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.